അത്യാവശ്യം കുട്ടി വാക്യൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ഒക്കെ നോർമൽ പവർ വരുന്നത് 17 kPa ആണ് വരുന്നത്. ഇതിൻ്റെ 14 kPa നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു പോർട്ടബിൾ വാക്യൂം ക്ലീനർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ജസ്റ്റ് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടേച്ചും പോക്കോ. അതെ, ഈ കാണുന്നത് ഒരു പോർട്ടബിൾ വാക്യൂം ക്ലീനറാണ്. കണ്ടാൽ വിശ്വസിക്കുമോ? സിലിണ്ടറിക് ഷേപ്പിലിരിക്കുന്ന ഈ ഒരു സാധനം വാക്യൂം ക്ലീനർ മാത്രമല്ല, ഇത് 4-in-1 പർപ്പസ് വരുന്ന ഒരു വാക്യൂം ക്ലീനർ തന്നെയാണ്. പക്ഷേ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. സ്റ്റെല്ലർ എന്നുള്ളൊരു കമ്പനിയാണ്. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നുണ്ട്. 4-in-1 ആണ് വരുന്നത്. വാക്യൂം ക്ലീനറാണ്, ഡസ്റ്റ് ബ്ലോവറാണ്, ബ്രഷ് ക്ലീനറാണ്, ഡീഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ അല്ല ഡീഫ്ലേഷൻ, വാക്യൂം ചെയ്ത് നമുക്കൊരു സാധനം വെക്കാനും സാധിക്കും. ഇത്രയും ഫങ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് 14 kPa ആണ് വരുന്നത്. 14 kPa ഇതിൻ്റെ വാക്യൂം സക്ഷൻ പവർ വരുന്നത്. 2 ലെയർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ സ്പീഡാണ് ഇതിന് വരുന്നത്. പവർഫുൾ 7500 mAh ബാറ്ററിയാണ് ഈ ഒരു മോഡലിന് വരുന്നത്. എയർ ഫ്ലോ വരുന്നത് 300 liters/minute ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. C ടൈപ്പ് ആണ്. 3 hours ഫുൾ ചാർജ് ആകുന്നതായിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് 18 to 20 ആണ്. 14 kPa നമ്മൾ യൂസ് ചെയ്യുന്നത്. kPa നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി 40 തൊട്ട് 45 മിനിറ്റ് വരെ കിട്ടും. 9 kPa വർക്ക് ചെയ്യണേ. അതായത് ഫസ്റ്റ് പവർ വരുന്നത് 9ഉം സെക്കൻഡ് പവർ വരുന്നത് 14ഉം ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, അപ്പം എന്നെ ഈ വീഡിയോയിൽ സഹായിക്കുന്നത് നമ്മുടെ ആൽവിനാണ്. വീഡിയോ എടുക്കാൻ നമ്മുടെ ആദ്യത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. 2 വട്ടം പ്രസ് ചെയ്യാൻ പറ്റുന്ന. 1 ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ്, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ രണ്ടാമത്തെ സ്പീഡ്. ഫസ്റ്റ് പ്രസ്സിൽ 9ഉം രണ്ടാമത്തെ പ്രസ്സിൽ 14ഉം ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സെപ്പറേറ്റ് ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്രഷ് യൂണിറ്റ്, ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് കാണാൻ സാധിക്കും. കമ്പനിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB A to C ടൈപ്പ് നമുക്കൊരു ചാർജിങ് പോർട്ട് കേബിൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ആദ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നതെന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമുക്ക് വാക്യൂം ചെയ്യാൻ എടുക്കാം. വാക്യൂമിന് നമ്മൾ ഈ ബ്രഷ് ഇവിടെ ചെയ്യുന്നു. ബ്രഷ് കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ പവർ കൂടുതൽ ഓഫ്. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി ബ്രഷ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലായിട്ടുള്ള രീതിക്ക് അകത്തോട്ട് പോകുന്നതായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത് മാറ്റി ഇനിയാണ് ഇതിൻ്റെ കിടു ഫീച്ചർ കാണാൻ പോകുന്നത്. അതായത് ഇത് ജസ്റ്റ് ഒരു വാക്യൂം ക്ലീനർ അല്ല, ഈ ഒരു പോർഷനിൽ ഒരു ബ്ലോവറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊരു ബ്ലോവറാണ്, നോക്കിക്കോണം. ഭയങ്കര പവർഫുള്ളായിട്ടാണ് ഇതിൻ്റെ കാറ്റടിക്കുന്നത്. കാറ്റടിക്കുന്ന ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇത് ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിലാണെങ്കിൽ, വീടുകളിലൊക്കെ ആണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പൊടി നമുക്കൊന്ന് അടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ, അതായത് ഒന്ന് ബ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കൊന്ന് ബ്ലോ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വാഹനങ്ങളിൽ എന്തെങ്കിലും കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AC വെൻറ്റിനകത്തൊക്കെ ഇരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്ലോ ചെയ്തതിന് ശേഷം നമുക്ക് വാക്യൂം ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഏതെങ്കിലുമൊക്കെ പോർഷനിലൊക്കെ നമുക്ക് വാക്യൂം ചെല്ലാത്ത പോർഷനിലാണെങ്കിൽ ഈ ഒരു പോർഷൻ ചെറിയ ഇതായതുകൊണ്ട് നമുക്ക് ചെല്ലാം എയർ അടിച്ച് ക്ലീൻ ആക്കാനും സാധിക്കും. ഇത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇതിന് ലോക്ക് ആൻഡ് അൺലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് പർപ്പസ് ഇങ്ങനെയാണ്. ഇത് ഊരിയെടുക്കുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡറി ഫിൽറ്ററാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൽ മെറ്റൽ ഫിൽറ്റർ വരുന്നു എന്നുള്ളതാണ്. കാരണം മെറ്റൽ ഫിൽറ്റർ മിക്ക വാക്യൂം ക്ലീനേഴ്സിലും, അതായത് ഞാൻ കണ്ടിട്ടുള്ള മിക്ക വാക്യൂം ക്ലീനേഴ്സിലും സാധാരണ പേപ്പർ ഫിൽറ്റർ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇവിടെ മെറ്റൽ ഫിൽറ്ററും കൂടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇവർ 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കൂടെ ഈ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നു 7300 സംതിങ് ആണ്. ഇതിന് നല്ലൊരു ഓഫർ പ്രൈസിന് കിട്ടുന്നതായിരിക്കും. ഓഫർ പ്രൈസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജും കൂടെ ചെയ്തോളൂ. നമുക്ക് ഇത് വാഹനത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വാഹനത്തിലെ പൊടി ഒന്ന് കളയുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കോർണർ പോർഷനിലൊക്കെ വരുന്നത്. അതായത് ഇതുപോലെ എഡ്ജ് പോർഷനിലൊക്കെ വരുന്ന ഈ പൊടി കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലാത്തതൊക്കെ നമ്മൾ തുടച്ചൊക്കെ കളയും. ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ കോർണർ പോർഷൻസിലൊക്കെ നിൽക്കുന്ന പൊടി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാത്തതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് തുടച്ചാണല്ലോ എടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കോണം. 1, 2 സെക്കൻഡ് സ്പീഡ്.
യെസ്. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ആ കോർണർ പോർഷൻസൊക്കെ ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ്, ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. കാരണം ഞാൻ നോക്കിയെടുത്തോളാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതായാലും കുറേ നേരം യൂസ് ചെയ്തൊക്കെ വെച്ച്, അതായത് ഓൺ ചെയ്ത്, ജസ്റ്റ് ഓൺ ചെയ്ത് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യിക്കാത്തതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് ക്ലീൻ ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാതെ. അല്ലാതെ കുറേ നേരം ഞാനിത് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയൊരു ചാർജ് ഫുള്ള് തീർത്തതിന് ശേഷമാണ് ഞാനിത് ചാർജ് ചെയ്തത്. 3 hours പോലും എടുക്കുന്നില്ല. പക്ഷേ കമ്പനി 3 hours ആണ് പറയുന്നത്. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഒരു 2 hours തന്നെ എനിക്ക് ഫുൾ ചാർജായി കിട്ടിയായിരുന്നു. ഏതായാലും സംഗതി കിടുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും ഈ ഒരു പൈപ്പ് അറ്റാച്ച്മെൻറ്റ് മാത്രം മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു ബോട്ടിലിരിക്കുന്ന ലാഘവത്തോടു കൂടി ഇത് ഇരുന്നോളും. അത് കഴിഞ്ഞ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങ് ഊരുക, ഈ ഒരു ഫിൽറ്ററിങ് ഊരിയെടുക്കുക, ഇത് ഊരുക, തട്ടിക്കളഞ്ഞാൽ തീരാനുള്ള വിഷയമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു പൊടി ഒരു കാരണവശാലും ഇത് ഇവിടെ വന്നിട്ടില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റുകൾ മാത്രം ഇവിടെ കയറത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ തന്നെ ഫിൽട്രേഷൻ നടന്ന് ഇതിനകത്തൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഞാൻ തിരിച്ച് ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു ഡ്യുവൽ ഫിൽറ്ററാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ നൈസായിട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് ഇടുന്നു. എന്നിട്ട് ഇതങ്ങ് ലോക്ക് ചെയ്യുന്നു. ലോക്ക് പൊസിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണല്ലോ ഒരു വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഇവിടെ അൺലോക്കി വരിക. എന്നിട്ട് ഇത് തിരിച്ചു കഴിഞ്ഞാൽ ലോക്കായി. സിമ്പിൾ, തീർന്നു. അപ്പം ഈ സംഗതി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഒരുപാട് ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാനൊരു ക്രോസ് ലിങ്ക് വീൽസിൻ്റെയാണ് ചെയ്തത്. പക്ഷേ പവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ കിടുവാണ്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പവർ തന്നെയാണ്. കാരണം നല്ല രീതിക്ക് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വാഹനത്തിനകമാണെങ്കിലും വീടുകളിലാണെങ്കിലും നിങ്ങളുടെ റൂമാണെങ്കിലും വൃത്തിയാക്കാൻ വേണ്ടി അതും സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നമ്മൾ നോർമലി കൊണ്ട് നടക്കുന്ന ഒരു വാക്യൂം ക്ലീനർ, അതായത് അത്യാവശ്യം കുട്ടി വാക്യൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്, ആ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ഒക്കെ നോർമൽ പവർ വരുന്നത് 17 kPa ആണ് വരുന്നത്. ഇതിൻ്റെ 14 kPa നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സംഗതി അടിപൊളിയല്ലേ. അങ്ങനെ ഈ വാഹനം ഫുള്ള് നമ്മളിതേ വാക്യൂം ചെയ്ത് അതിൻ്റെ പൊടി മൊത്തം ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് പുറത്തോട്ടെടുത്ത് കളയാം. അയ്യവാ വേണ്ടേ, ഇത്രയും പൊടി ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് കിട്ടിയ കഴിഞ്ഞ ദിവസം വാഷ് ചെയ്ത വാഹനമാണ്. അപ്പം ഈ ഒരു പൊടി മൊത്തം ഞാൻ തട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി കളഞ്ഞാൽ തീർന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വാഹനത്തിലോട്ട് ഈ ഒരു യൂണിറ്റ് എടുത്ത് വെക്കാൻ സാധിക്കും.